അഷ്മി അപ്പോൾ ഈ വാർത്തകൾ കണ്ടെത്താൻ റിപ്പോർട്ടേഴ്സ് നടത്തുന്ന പെടാപ്പാടുകൾ, ശ്രമങ്ങൾ, അതിന്റെ തുടരനുഭവങ്ങളാണ് നമ്മൾ ഈ പറയുന്ന സെഗ്മെന്റിൽ. ക്യാമറയുടെ മുന്നിൽ നമ്മൾ കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും. അതിനു മുമ്പ് 5 വർഷം മുൻപുള്ള ഒരു പ്രതികരണമാണ്. കൃത്യം പറഞ്ഞ 2020 ഓഗസ്റ്റ് 5 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ആ പ്രതികരണം കേൾക്കാം. CM-ന്റെ ഓഫീസിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ 24 ചാനലിന്റെ ബ്യൂറോയിലാണ് ട്രഷറി കേസ് പ്രതി ഇപ്പൊ അഭിമുഖം നടത്തുന്നത്. ബെഹ്റയെ ഞാൻ നിങ്ങളിലൂടെ അറിയിക്കുന്നു, അങ്ങോട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ഏതായാലും പോലീസ് വിചാരിച്ചാൽ ഇത് പിടിക്കാൻ പറ്റത്തില്ല. ചാനലുകാരെങ്കിലും ഇത് പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതിന് അവരോട് നന്ദി പറയുകയാണ്. കുറിച്ച് ഈ പ്രതികരണം നൽകിയ രമേശ് ചെന്നിത്തലയ്ക്ക് ഞങ്ങളുടെ പ്രത്യേകം നന്ദി. പക്ഷേ കാര്യത്തിലേക്ക് നമുക്ക് വരാം. 24നെ കുറിച്ച് ആ പ്രതികരണത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രേരിപ്പിച്ച കാര്യത്തിലേക്ക് വരാം. ആ വാർത്തയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വർഷം 2020 മാസം ഓഗസ്റ്റ്. തിരുവനന്തപുരം വഞ്ചൂർ സബ് ട്രഷറിയിൽ നിന്ന് 2,73,00,000 രൂപ അപ്രത്യക്ഷമെന്ന കണ്ടെത്തൽ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോ എന്ന ഞെട്ടലോടെ അന്വേഷണം തുടങ്ങി. പണം തട്ടിയത് തിരുവനന്തപുരം പാറ്റിവിള സ്വദേശി ബിജുലാൽ എന്ന് കണ്ടെത്തി. ആ കൊല്ലം മെയ് 31 വിരമിച്ച വി ഭാസ്കരൻ എന്ന ജീവനക്കാരന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ജൂലൈ 27 തട്ടിപ്പ് കണ്ടുപിടിച്ചു. പിന്നാലെ ബിജുലാൽ ഒളിവിൽ പോയി. ആദ്യം പ്രത്യേക അന്വേഷണ സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും ബിജുലാലിനെ കണ്ടെത്താനായില്ല. ഈ ബിജുലാലിനെ കണ്ടെത്തിയത് 24. തിരുവനന്തപുരത്തെ 24 ബ്യൂറോയിലിരുന്ന ബിജുലാൽ തത്സമയ അഭിമുഖത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. അഭിമുഖം കഴിഞ്ഞതോടെ പോലീസ് ബിജുലാലിനെ റോഡിലിട്ട് പിടികൂടി. ഇയാളെ സർവീസിൽ നിന്ന് സർക്കാർ പുറത്താക്കുകയും ചെയ്തു. 24 തിരുവനന്തപുരം. വിജയകുമാർ, അന്ന് ഈ ബിജുലാലിനെ തിരുവനന്തപുരത്തെ നമ്മുടെ അട്ടക്കുളങ്ങരയിലുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് എത്തിച്ചതിനകത്തൊരു സാഹസികത ഉണ്ടായിരുന്നു. കാര്യം പോലീസ് ഇദ്ദേഹത്തെ പിടികൂടാൻ നടക്കുന്ന സമയത്ത് കണ്ണ് വെട്ടിച്ച് ഇദ്ദേഹത്തിനെ നമ്മൾ അകത്തിരുത്തി അഭിമുഖം ചെയ്യുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് നടക്കുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇപ്പൊ പോയാൽ ബഹറെ പിടിച്ചോളാം, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി ഈ കേസിലെ പ്രതി ബിജുലാലിനെ അവിടെ കൊണ്ടുവന്നത് 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വന്ന് തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന ബി ദിലീപ് കുമാറാണ്. ഈ പ്രതി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ. ദിലീപ് കുമാർ പറയൂ. SKN 5 വർഷം മുമ്പ് 2020 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഈ ബിജുലാലിനെ 24 തിരുവനന്തപുരം ബ്യൂറോയിൽ എത്തിച്ചതും അവിടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ട്രഷറി തട്ടിപ്പ് എന്ന് പറയുന്നത് അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു ഞെട്ടലോട് കൂടിയാണ് കേരളം കേട്ടത്. 2,70,00,000 രൂപയാണ് തട്ടിച്ചത്. അവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെയാണ് ഈ പണം തട്ടിപ്പ് നടത്തിയത്. ബിജുലാൽ എന്ന ഈ ജീവനക്കാരൻ ഓൺലൈൻ റമ്മിക്ക് അടിമയായിരുന്നു. അതേ തുടർന്നുള്ള സാമ്പത്തിക നഷ്ടമാണ് ഇത്തരത്തിൽ ഈ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനും അതായത് തട്ടിപ്പിലൂടെ പിൻവലിക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഈ പണം അദ്ദേഹം പൂർണ്ണമായും ചെലവഴിച്ചിരുന്നില്ല. ചില ബാങ്ക് അക്കൗണ്ടുകൾ 4 ബാങ്ക് അക്കൗണ്ടുകളിലായിട്ടൊക്കെ ഈ പണം നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട കാര്യം 2020 മെയ് 31 തീയതി വിരമിച്ച വി ഭാസ്കരൻ എന്ന ഒരു ജീവനക്കാരൻ, അദ്ദേഹത്തിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ഈ ട്രഷറിയിലെ പണം കൈമാറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണവിനിമയവുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് ഈ പണം ഇയാൾ കൈക്കലാക്കിയത്. ഇത് പിന്നീട് ഇതിൻ്റെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ പരിശോധനയ്ക്കൊക്കെ ഇത് വഴിയൊരുക്കുകയും ചെയ്തിരുന്നതാണ്. ഇത് ഇയാളെ നമ്മൾ കണ്ടെത്തുന്നത്, അതായത് പ്രത്യേക അന്വേഷണ സംഘം തിരയുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് തിരയുന്നുണ്ട്. പക്ഷേ ബിജുലാൽ എവിടെയെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിരുന്നില്ല. നമുക്ക് പക്ഷേ ഒരു വിവരം ലഭിക്കുന്നു, ഇയാൾ തമിഴ്നാട്ടിലുണ്ട് എന്നത്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് അന്ന് കോവിഡിന് ശേഷം ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. ആ കാലത്താണ് നമ്മൾ 2 വാഹനങ്ങളിലായി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പക്ഷേ നമ്മുടെ ഒരു വാഹനത്തിന് മാത്രമേ അവിടെ ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റൊരു വാഹനത്തെ കടത്തിവിട്ടില്ല, അതായത് ഞാൻ ഉൾപ്പെടുന്ന വാഹനത്തെ കടത്തിവിട്ടില്ല. പിന്നീട് നമ്മുടെ ക്യാമറാമാനായ ഈ തമിഴ്നാടിനടുത്ത് പളുകൽ സ്വദേശിയായിട്ടുള്ള ജിനുവിൻ്റെ സഹായം തേടുന്നു. ജിനുവിനെ വീട്ടിലെത്തി മറ്റൊരു വഴിയിലൂടെ നമ്മൾ ഇയാളുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അഭിമുഖം എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പോലീസിന് കീഴടങ്ങുവാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ് ചെയ്തത്. അവിടെ വെച്ച് 24 സ്റ്റുഡിയോയിൽ വെച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇത് തത്സമയം സംപ്രേഷണം ചെയ്തതുകൊണ്ട് തന്നെ പോലീസിന് പിടികൂടാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നീട് കൂടുതൽ അന്വേഷണം വേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ ഉടൻ തന്നെ അഭിമുഖം കഴിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം എത്തി നടുറോഡിലിട്ട് ഒരു സിനിമാ സ്റ്റൈൽ എന്ന രീതിയിൽ. ഒരു സംശയം, അതായത് അഭിമുഖം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോക്കണം വിളിച്ചു പറഞ്ഞല്ലോ പോലീസിനോട്.
അല്ലല്ല, സ്വാഭാവികമായും പോലീസിന് ഈ അഭിമുഖം തത്സമയ അഭിമുഖമാണ് നടക്കുന്നത്. മാത്രമല്ല ഇത് ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ തിരയുന്നുണ്ട്. വലിയൊരു രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തന്നെ ആ കാലത്ത് അത് ഇടയൊരുക്കിയതാണ്. അതുകൊണ്ട് പോലീസും ഈ പ്രതിയെ പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ, അതായത് നേരെ മുന്നിലെത്തിയല്ലോ എന്ന കണക്കൂട്ടൽ തന്നെയാണ് എത്തിയത്. പക്ഷേ അവിടെ മറ്റൊരു വശം, അന്ന് വലിയ രാഷ്ട്രീയ കോളൊക്കെ ഉണ്ടാക്കിയ സംഭവത്തിലെ പ്രതിയാ പോലീസ് തരയുന്ന പ്രതിയെ കൊണ്ട് റോഡിൽ കൂടെ വണ്ടിക്കകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു കുറ്റബോധം തോന്നിയോ? സത്യം പറയണം ശ്രീ ദിലീപ് കുമാർ. അതെ അതെ അതെ. ഹാഷ്മി, അത് നമ്മുടെ കൂടെ അല്ല കൊണ്ടുവന്നത്. കാരണം സ്വാഭാവികമായും പോലീസ് തിരയുന്ന ഒരു പ്രതിയാണ്. മാത്രമല്ല നമ്മൾ തന്നെ നിയമത്തിന് മുന്നിലേക്ക് കൊടുക്കേണ്ട ഒരാളാണ് അങ്ങനെ ഒരു വിവരം ലഭിച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ ഒരു തത്സമയ സംപ്രേഷണത്തിന് തയ്യാറായത്. അല്ലെങ്കിൽ അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചാൽ മതിയായിരുന്നു. തത്സമയ സംപ്രേഷണമാകുമ്പോൾ പ്രതി എവിടെയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിനൊക്കെ കണ്ടെത്താനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല. ഒരു കേസിൽപ്പെട്ട പ്രതിയാണ്, തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ഈ പ്രതി നന്നായി വാദിക്കുന്നു. എന്തായാലും സാഹസികമായിരുന്നു. ഒരു പ്രതിയെ കൊണ്ടുവന്ന് അവിടെ പുന്നാരക്കോട്ടെ കയറ്റി ഇന്റർവ്യൂ നടത്തി സംപ്രേഷണം ചെയ്ത് അവസാനം പോലീസിന്റെ വായിലോട്ട് കൊടുത്തു. ഓക്കെ, എന്തായാലും നന്നായി.